പാലക്കാട്ട് ഇലക്ഷൻ പ്രചാരണത്തിൽ പ്രതിരോധത്തിലായ യു.ഡി.എഫിനെയും കോൺഗ്രസിനെയും സംരക്ഷിക്കാൻ മുഖ്യധാര മാധ്യമങ്ങൾ ഏറ്റെടുത്ത ദൗത്യം 4-ാം ദിവസത്തേക്ക് കടക്കുകയാണ്. അപ്പോൾ രക്ഷിച്ചെടുക്കാൻ പരമാവധി വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് തന്നെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങൾക്ക് തന്നെ അറിയാം ഇവരെന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്. ഞങ്ങൾ എത്ര വൈറ്റ് വാഷ് അടിച്ചിട്ടത് അങ്ങോട്ട് വെളുക്കുന്നില്ലല്ലോ. ഈ പഴയ വീടിന് വൈറ്റ് വാഷ് അടിക്കുന്ന അവസ്ഥയാണ്. പല കോട്ടടിച്ചാലും ഈ പായലിന്റെ കറുപ്പ് ഇങ്ങനെ ഇങ്ങനെ തെളിഞ്ഞു വരും. വെയിലൊന്ന് അടിച്ചൊന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ പെയിന്റ് എന്ന് പറഞ്ഞ പോലെയാണ് മുഖ്യധാര മാധ്യമങ്ങൾ എത്ര വൈറ്റ് വാഷ് അടിച്ചിട്ടും ഈ പാലക്കാട്ടെ കോൺഗ്രസിന്റെ കറുത്ത കറ പിന്നെയും ആ ഭിത്തിയിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. മാധ്യമ ഭിത്തിയിൽ കറ വീണ് കിടക്കുകയാണ്. എത്ര പുട്ടിയിട്ടിട്ടും ഇത് പോകുന്നില്ല, വൈറ്റ് വാഷ് അടിച്ചിട്ടും പോകുന്നില്ല. അപ്പോഴാണ് ഇനി മറ്റേടത്ത് കയറിയെന്ന് ചൊറിഞ്ഞാൽ ഏത് ഇടതുപക്ഷത്ത് നാണം കെടുത്താൻ CPIM-നെ ഒന്ന് തോണ്ടിയാലോ. അപ്പൊ അതും തുടങ്ങിയിട്ടുണ്ട്. എന്താണ്? പെട്ടി പ്രശ്നത്തിൽ CPIM-ൽ ആഭ്യന്തര അഭിപ്രായ വ്യത്യാസം രൂക്ഷം എന്ന് പറഞ്ഞ് അച്ചു നിരത്താൻ തുടങ്ങി, അല്ലെങ്കിൽ കീവേഡ് അടിക്കാൻ തുടങ്ങി മാധ്യമങ്ങൾ. അതൊരു പുതിയ തന്ത്രമാണ്. അതിനൊരാളെ പിടിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഒരു പ്രസ്താവനയുടെ പേരിൽ ആരെ? CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ മുൻ MP-യുമായ NN കൃഷ്ണദാസ്. അദ്ദേഹം പറഞ്ഞു, എന്താണ് ഈ പെട്ടിപ്രശ്നം ദൂരേക്ക് വലിച്ചെറിയൂ എന്ന് അദ്ദേഹം ഒരു സഖാവിന്റെ അനുസ്മരണ ചടങ്ങിൽ പ്രസംഗിക്കവേ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതേ കയറി പിടിച്ചു. പെട്ടിപ്രശ്നം ദൂരേക്ക് എറിയുക. അത് മാത്രമല്ല, മറ്റു പ്രശ്നങ്ങളും പാലക്കാടിന്റെ വികസനം ഉൾപ്പെടെ ചർച്ച ചെയ്യണമെന്ന് ആ ഒരു കോണ്ടെക്സ്റ്റിൽ അദ്ദേഹം പ്രസംഗിച്ചു. അത് ഏറ്റുപിടിച്ചു. NN കൃഷ്ണദാസ് പാർട്ടി ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ നിലപാടിനെതിരെ എന്താണ് പാർട്ടിയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി CPIM-ന്റെ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു വളരെ ശക്തമായി ഈ കോഴപ്പണം, ഹവാലപ്പണം, അതാണല്ലോ പെട്ടി, ട്രോളി ബാഗ്, അപ്പൊ അതിനെ പറ്റി അന്വേഷണം വേണം, സമഗ്രമായ അന്വേഷണം വേണം, പോലീസ് റിപ്പോർട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ ആ വിഷയം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം ഉന്നയിക്കുമ്പോൾ അത് മാത്രം പോലെ മറ്റു വിഷയങ്ങളും കേന്ദ്രീകരിക്കണമെന്ന് NN കൃഷ്ണദാസ് പറഞ്ഞത്. പാർട്ടിയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷം CPIM-ൽ, പാലക്കാട്ട് പാർട്ടിയിൽ 2 പക്ഷം എന്ന് പറഞ്ഞിട്ട് ഏത് നമ്മുടെ നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ പാർട്ടിയിൽ 2 പക്ഷം എന്ന അതേ കാർഡ് ഇറക്കിയ മാധ്യമങ്ങൾ ഇവിടെയും കാർഡ് ഇറക്കിയിട്ടുണ്ട്. ആലോചിക്കണം. അതിലെ വാചകങ്ങൾ CPIM-നകത്ത് ആകെ പ്രശ്നമാണ്, ഇടതുപക്ഷത്തെ പ്രശ്നമാണ്. ഇടതുപക്ഷത്ത് ഒരു പ്രശ്നവും ഇല്ലാന്ന് പാലക്കാട്ട് പോയി നോക്കുന്നവർക്കറിയാം. ചില പ്രശ്നങ്ങൾ തുടക്കത്തിൽ വന്നു. അബ്ദുൾ ഷുക്കൂറിന്റെ വിഷയം വന്നു. അദ്ദേഹം പാർട്ടി വിടുമെന്ന് ഏരിയ കമ്മിറ്റി അംഗം പാർട്ടി വിടുമെന്ന് പറഞ്ഞു. അദ്ദേഹം പാർട്ടി വിട്ടില്ല. അദ്ദേഹം പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ BJP-ലും കോൺഗ്രസിലുള്ള കലാപം എന്താണെന്നറിയാമല്ലോ. സന്ദീപ് വാര്യർ ഇഷ്യൂ, പാലക്കാട് സ്വദേശിയായ സന്ദീപ് വാര്യർ BJP-യിൽ നിന്ന് പുറത്തായ അകത്തിപ്പോഴും ഉണ്ടോ ഒക്കെ ഒരു പിടിയും കിട്ടാത്ത അവസ്ഥയാണ്. അതിനെപ്പറ്റിയൊന്നും മാധ്യമങ്ങൾ കൂടുതൽ എഴുതത്തില്ല. മോശമായി പോയാലോ, BJP-ക്ക് ക്ഷീണം സംഭവിച്ചാലോ. അതുപോലെ കോൺഗ്രസിന്റെ അവസ്ഥ നമ്മൾ പറയുകയേ വേണ്ട, കൂടുതൽ പറയാതിരിക്കുന്നത്. അപ്പോഴാണ് CPIM-നെ ഒന്ന് പിടിച്ചാലോ, ഇതിന് ഈ വൈറ്റ് വാഷ് പുട്ടിയിട്ടിട്ട് ശരിയാവാത്തത് കൊണ്ട് നേരെ അങ്ങോട്ടൊന്ന് മാറ്റി കളം പിടിച്ചാലോ. അപ്പോഴാണ് ഈ വാചകം വന്നത്. ഇതാണ് പെട്ടിപ്രശ്നത്തിൽ തട്ടി പാലക്കാട്ടെ CPM-ലെ പടല പിണക്കം. ഇതാണ് അതിന്റെ പ്രയോഗം. ഇനി വേറൊന്നും, ഞങ്ങൾ സാന്ദർഭികമായിട്ട് നവീൻ ബാബു PP ദിവ്യ വിഷയം പറഞ്ഞു. ഇന്നലെ PP ദിവ്യക്ക് ജാമ്യം കിട്ടി. അവര് കുറ്റാരോപിതയാണ്. കേസിലെ ശിക്ഷിക്കപ്പെട്ട കുറ്റവാളിയല്ല, കൺവിക്റ്റ് അല്ല, അക്യൂസ്ഡ് ആണ്. അവർക്ക് ജാമ്യം കിട്ടാനുള്ള അർഹതയുണ്ട്. അവർ ഇത്രയും ദിവസം ഒരാഴ്ചയിലധികം അവര് വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞിട്ട് അവരുടെ ജാമ്യാപേക്ഷ ഇന്നലെ കോടതി പരിഗണിച്ചു. അവർക്ക് ജാമ്യം അനുവദിച്ചു. നിബന്ധനകളോടെ ജില്ല വിട്ടുപോകാൻ പാടില്ല, പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം, അങ്ങനെ ധാരാളം നിബന്ധന വെച്ചുകൊണ്ടാണ് ജാമ്യത്തിലാണ്. 2 ലക്ഷം 1 ലക്ഷം വീതം ആൾ ജാമ്യം, 2 ജാമ്യത്തിലൊക്കെയാണ് വിട്ടിരിക്കുന്നത്. അങ്ങനെ ജയിൽ വിട്ടിറങ്ങി വരുന്ന PP ദിവ്യയെ സ്വീകരിക്കാൻ പാർട്ടി CPM നേതാക്കൾ പോയത്രേ. എന്തൊരു മ്ലേച്ഛമാണ്, മോശമായി പോയി. അതാണ് അടുത്ത അച്ചുനിരത്തില് മാധ്യമങ്ങളുടെ. എന്തേ CPIM-ന്റെ മേൽവിലാസത്തിൽ
കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചിരുന്ന CPIMന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ PP ദിവ്യ പാർട്ടി നടപടി നേരിട്ട് കേസന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവർ ജയിലിൽ പോയി റിമാൻഡിൽ കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പം അവരിപ്പോഴും പാർട്ടിയിലുണ്ട്. പാർട്ടി പ്രവർത്തകർ അവരെ സ്വീകരിക്കാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ സ്വീകരിക്കാൻ പോയി. എന്താ തെറ്റതിൽ? അവരെ പാർട്ടി കഴിഞ്ഞ ദിവസം തരം താഴ്ത്തിയല്ല. പാർട്ടി ഘടകങ്ങളിൽ നിന്ന് ജില്ലാ കമ്മിറ്റി അംഗമായ PP ദിവ്യയെ വെറും ബ്രാഞ്ച് എന്നല്ല, അടിസ്ഥാന ഘടകമായ ബ്രാഞ്ചിലേക്ക് മാറ്റിയല്ലോ, തരം താഴ്ത്തി പാർട്ടി നടപടിയെടുത്തു. അന്ന് തന്നെ ഏറ്റവും വേഗം അവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് പാർട്ടി മാറ്റി, നടപടി സ്വീകരിച്ചു. പക്ഷെ അവരിപ്പോഴും പാർട്ടി അംഗമാണ്. നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം പാർട്ടി നിൽക്കുമ്പോൾ ദിവ്യ നിലവിൽ പാർട്ടി അംഗമായതുകൊണ്ട് ദിവ്യ അവിടുന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പാർട്ടി പ്രവർത്തകർ കാണാൻ പോയിട്ടുണ്ടാവും. ഇതേതോ ക്ഷമിക്കാനാവാത്ത അപരാധമായി പോയി, തോന്നിയാസമായി പോയി, മ്ലേച്ഛമായി പോയി എന്നൊക്കെ അച്ചുനിരത്തുന്ന മാധ്യമങ്ങൾക്ക് വേറെ പണിയില്ലേ? അതത് പാർട്ടി തീരുമാനിക്കും, CPIM തീരുമാനിക്കും എന്താ ചെയ്യേണ്ടതെന്ന്. PP ദിവ്യയെ കാണാൻ പാർട്ടി പ്രവർത്തകർ അവിടെ ജയിലിൽ പോയെങ്കിൽ, അവരിറങ്ങി വരുമ്പോൾ അവിടെ പോയെങ്കിൽ അത് നവീൻ ബാബുവിന്റെ കുടുംബത്തെ അവഹേളിക്കലൊന്നുമല്ല. കേസിന്റെ വഴിക്ക് നീങ്ങുന്നില്ലേ? അത് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. നവീൻ ബാബുവിന്റെ കുടുംബത്തോടും പാർട്ടി കാണിക്കുന്ന ആ മര്യാദ, ആദരവ്, അതിലൊരു ലേശവും കുറവ് വന്നിട്ടില്ലല്ലോ. ദിവ്യയെ സ്വീകരിക്കാൻ ചില കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകർ പോയെങ്കിൽ അതിലെന്താണ് തെറ്റ്? ഞങ്ങൾ തെറ്റൊന്നും കാണുന്നില്ല. ഇതൊക്കെ മനുഷ്യ സഹജമാണ്. അവർ നാളെ കുറ്റവാളിയാണെന്ന് കോടതി പ്രഖ്യാപിക്കട്ടെ. അപ്പം മാധ്യമങ്ങൾ എന്തൊക്കെയാണ് അതും ഇതുമെല്ലാം കൂടെ കൂട്ടിക്കെട്ടുന്നത് മനസ്സിലാവുന്നില്ല. ഇത് മാധ്യമ പ്രവർത്തനമല്ല, ഇത് വേറെ എന്തൊക്കെയോ ആണെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാം.